ഇതുണ്ടല്ലോ ആ സീസൺ മിസ്സായിട്ട് പോയതാണ്. അത് ഗെയിമാണ് നമ്മൾ അവിടെ കളിക്കുന്നത് എന്ന് നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചിട്ടും അവിടെ എത്തിക്കഴിഞ്ഞിട്ടും അത് മറക്കാതിരുന്നാൽ നമ്മൾക്ക് നല്ലത്. അല്ലെങ്കിൽ സീസൺ 7 വരുവാണ്. അപ്പോൾ അതിലേക്കൊരു ക്ഷണം കിട്ടിയാൽ പോവുമോ? എന്തായാലും സീസൺ 7 ഉണ്ടാവില്ല. കാരണം ഞങ്ങൾ കമ്മിറ്റ് ചെയ്ത കുറച്ച് വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് ഇട്ടിട്ട് ബിഗ് ബോസിൽ പോകാൻ പറ്റുന്നില്ല. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, കഴിഞ്ഞ വർഷം ആഗ്രഹം ഉണ്ടായിരുന്നു ബിഗ് ബോസിൽ ഒന്ന് പോകണം എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ഞാൻ കുറച്ച് ഒരു ഭയമുണ്ടോ ആ ഷോയിൽ പങ്കെടുക്കാൻ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം നമ്മൾ എക്സ്പോസ് ആവുമോ എന്നൊരു ഡൗട്ട്. തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മളായിട്ട് മാറും. അവിടെ സിനിമയിൽ പറയുന്നത് നമ്മൾ വേറൊരു ക്യാരക്ടറായിട്ട് നമ്മൾ അഭിനയിക്കുകയാണ് ചെയ്യണത്. പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസത്തെ നമ്മൾ അഭിനയിക്കും വേറെ ക്യാരക്ടറായിട്ട്. പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മളല്ല സ്വന്തം സ്വഭാവം പിന്നെ നമ്മൾ വേറെ ആൾക്കാരുടെ സ്വഭാവം എടുത്ത് കാണിക്കും. കാരണം അവരുടെ സ്വഭാവം കാണിക്കില്ല, നമുക്ക് തിരിച്ച് കാണിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഉറപ്പായിട്ടും നമ്മൾ അവിടെ പങ്കെടുക്കുന്ന കൂടുതൽ സ്ത്രീകൾക്കാണ് നെഗറ്റീവ് ഇമേജ് വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പങ്കെടുത്ത ജാസ്മിൻ ആണെങ്കിലും മുൻ വർഷം പങ്കെടുത്ത, അപ്പോൾ അത് എന്തായിരിക്കും കാരണം സ്ത്രീകൾക്ക് നെഗറ്റീവ്? എൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ, ഞാൻ ഇപ്പോൾ ഇവിടെ പോയാലും അപ്പോൾ നിങ്ങളോട് ചിരിച്ച് സംസാരിക്കുന്ന പോലെ തന്നെ എല്ലാവർക്കും ഞാൻ ഒരുപോലെ ആയിരിക്കും. എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ ദേഷ്യപ്പെടും. അല്ലാതെ കാമായിട്ട് സംസാരിക്കാൻ പറ്റി ഞാൻ കാമായിട്ട് സംസാരിക്കും. എന്നോട് ഇങ്ങോട്ട് എന്ത് ചെയ്യണോ അത് ഞാൻ തിരിച്ചു കൊടുക്കുന്നതാണ്. അവിടെ ജാസ്മിൻ്റെയൊക്കെ കാര്യം പറയുകയാണെങ്കിൽ അത് അവരുടെ ഇഷ്ടത്തിനാണ് അവിടെ അത് അവരുടെ ഇഷ്ടമാണ്. നമുക്ക് അതിലൊന്നും ഇടപെടാൻ പറ്റില്ല. നമ്മൾ വേറെ നമ്മൾ വ്യൂവേഴ്സ് മാത്രമാണ്. ഞാനും ഈ പറയുന്ന പോലെ അതൊക്കെ കണ്ട് ഇഷ്ടപ്പെടാത്ത ആളാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം ആ കുട്ടി എനിക്ക് നേരിട്ട് അറിയില്ല, ഒന്നും എനിക്കറിയത്തില്ല, അതിലുള്ള ആരെയും എനിക്കറിയത്തില്ല. പക്ഷേ പുറത്ത് നിൽക്കുന്ന ആളുകൾ അവരെക്കുറിച്ച് മോശമായിട്ടുള്ള കമൻസ് വരുമ്പോൾ, ഞങ്ങളാണല്ലോ അവിടെ ഇരുന്ന് വ്യൂവേഴ്സ് ആണല്ലോ നമ്മൾ കമൻസ് വായിക്കുന്ന നമ്മളാണല്ലോ, എത്ര മോശപ്പെട്ട കാര്യങ്ങളാണ് അവിടെ പറയുന്നതെന്ന് നമ്മൾക്കറിയാം. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവില്ല. അപ്പം കുറച്ച് സഹതാപം തോന്നിയിട്ടുണ്ട്. ഒന്ന് ശ്രദ്ധിച്ച് കൂടെ ഇങ്ങനെയൊക്കെ വരുന്നതല്ലേ. കാരണം ബിഗ് ബോസ് എന്ന് പറയുന്നത് 3 മാസം നടക്കുന്ന കാര്യമാണ്. അത് കഴിഞ്ഞ് അവർ വരേണ്ടത് നമ്മുടെ അടുത്തേക്കാണ്. ഇപ്പോൾ ഒന്ന് കാമമായിട്ടുണ്ട്. ഇറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ ഇപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മോശമായിട്ട് അവിടെ ചെന്ന് കാണിച്ചാൽ നമ്മളെയാണ് ആവശ്യമില്ല. പക്ഷെ സ്ത്രീകളെ മാത്രം ഒന്ന് നെഗറ്റീവ് ആകുന്ന, ഇപ്പോൾ ഒരു ആണാണ് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇത്ര നെഗറ്റീവ് വരത്തില്ലെന്ന് തോന്നിയിരുന്നു. ആണും പെണ്ണും എല്ലാം ഒരുപോലെയാണ്. പക്ഷേ ജനങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു അത് ജനങ്ങളുടെ പ്രശ്നമാണ്. അവർ നോക്കിക്കാണുന്നതിൻ്റെ പ്രശ്നമാണ്. പക്ഷേ ബിഗ് ബോസ് ഫസ്റ്റ് തുടങ്ങിയാലും പ്രേക്ഷകർ കുറേ മാറിയിട്ടില്ല, കാഴ്ചപ്പാടും എല്ലാം മാറിയിട്ടുണ്ട്. അത് ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇഷ്ടപ്പെട്ട ഇപ്പോൾ നമ്മുടെ പേളി ശിശിയുടെ ഒക്കെ ഒരു ഇതുണ്ടല്ലോ, ആ സീസൺ മിസ്സായിട്ട് പോയതാണ്. അതിലുണ്ട്. പക്ഷെ എന്നാലും അവർക്ക് വ്യത്യസ്തമായിട്ട് ജീവിക്കണം, നിൽക്കണം എന്നുള്ളതാണ്. പിന്നെ ഈ പറയുന്ന പോലെ ഞാനതിൽ പോയാലും ഇങ്ങനെ ആയിരിക്കില്ലാണ്ട് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ എൻ്റെ ഒരു ലിമിറ്റ് വിട്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഫാമിലി ഉണ്ട്, അതനുസരിച്ച് എനിക്ക് കളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ചെന്ന് അഭിനയിക്കും. ഗെയിമാണ് നമ്മൾ അവിടെ കളിക്കുന്നത് എന്ന് നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചിട്ടും അവിടെ എത്തിക്കഴിഞ്ഞിട്ടും അത് മറക്കാതിരുന്നാൽ നമ്മൾക്ക് നല്ലത്. അല്ലെങ്കിൽ പുറത്ത് വന്നാൽ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അഭിനയിക്കേണ്ടി വരുന്നില്ല. ശരിക്കും നമ്മൾ അഭിനയിക്കല്ലേ ചെയ്യുന്നത്. നമ്മൾ കോൺഷ്യസ് ആയിരിക്കും ഇപ്പോൾ. നിങ്ങളുടെ മുമ്പിൽ അഭിനയിക്കല്ലേ ചെയ്യുന്നത്. എൻ്റെ യഥാർത്ഥത്തിലുള്ള സംസാരം ഇങ്ങനെയല്ല. അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് സംസാരിക്കും? ഏത് ഭാഷ? സ്ലാങ് ഏതായാലും ഭാഷ മലയാളം ഭാഷ അല്ല, സ്ലാങ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ പ്രത്യേക സ്ലാങ്. കൊച്ചി സ്ലാങ്. വയനാട്ടുകാരിയാണ്. വയനാട്ടിൽ അങ്ങനെ പ്രത്യേകിച്ച് ഭാഷയൊന്നുമില്ല. പക്ഷെ എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്നത് ഈ പാലക്കാട്ടുകാരിയാണ്, കോഴിക്കോട്ടുകാരിയാണ്, ഈ കണ്ണൂരുകാരാണ്. ഞാൻ എല്ലാം മിക്സാണ്. ബിക്കോസ് എനിക്ക് എല്ലാ സ്ഥലങ്ങളിലുള്ള ആൾക്കാർ എൻ്റെ ഫ്രണ്ട്സായിട്ടുണ്ട്, പരിചയക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അവരോട് സംസാരിച്ച് ഞാൻ കുറച്ച് നേരത്തേക്ക് ഞാൻ ആ ഭാഷയാണ് അങ്ങനെയൊക്കെ ഉണ്ട്. അല്ലാതെ അങ്ങനെ ഇങ്ങനെ സ്ലാങ്ങിൽ സംസാരിക്കും അങ്ങനെയൊന്നുമില്ല. മൊത്തത്തിൽ ജീവിതം ഒരു അഭിനയമാണ്. അതായത് ക്യാമറ കണ്ടാൽ നമ്മൾ അഭിനയിക്കണമല്ലോ, അഭിനയം അങ്ങനെയാണല്ലോ. നമ്മുടെ യഥാർത്ഥത്തിലുള്ള സ്വഭാവം കളിക്കാൻ പാടില്ലല്ലോ. ഒരിക്കലും എക്സ്പോസ് ആയിട്ടില്ല. ഇല്ല, അങ്ങനെയില്ല. പക്ഷെ എന്നാലും ഒരുപാട് നമുക്ക് എപ്പോഴും അഭിനയിക്കാനും പറ്റും. ഈ പറഞ്ഞ പോലെ ബോസിൻ്റെ കാര്യം പറഞ്ഞ പോലെ അതിനുള്ളിൽ കയറിയ നമ്മൾ കുറച്ച് നാളെ നമുക്ക് അങ്ങനെ നമ്മളായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ മാറും. മൊത്തത്തിൽ ഷോയെക്കുറിച്ചുള്ള അഭിപ്രായം എന്താ? നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്ന ഒരു ഷോ ആയിട്ടാണോ? അങ്ങനെയൊന്നുമില്ല, നെഗറ്റീവ് ഒന്നുമില്ല. അത് നെഗറ്റീവ് ഉണ്ടാക്കുന്നത് അവിടെ ചെയ്യുന്ന ആൾക്കാരാണല്ലോ. ചെയ്യുന്ന ആൾക്കാരെ പറയാൻ എനിക്ക് പറ്റുള്ളൂ. അല്ലാണ്ട് അവർ ഇന്ന രീതിയിൽ ചെയ്യണം അങ്ങനെ പറഞ്ഞ് നിർബന്ധിച്ച് ഇരിക്കുന്ന ആൾക്കാരൊന്നുമല്ല. ഷോയ്ക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ ചെയ്യുന്നു. നെഗറ്റീവ് മാത്രം ചെയ്യുന്ന ഷോ അങ്ങനെയൊന്നുമില്ല. ഞാൻ ഇഷ്ടപ്പെടുന്നത് ബിഗ് ബോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ലാലേട്ടൻ ചെയ്യുന്നതുകൊണ്ട് ലാലേട്ടൻ കാണാൻ വേണ്ടി ഞാൻ എനിക്കിഷ്ടമാണ് കാണാൻ. ഞാൻ ഒരു എപ്പിസോഡ് വിടാതെ കാണുന്ന ആളാണ്. എല്ലാ ദിവസവും ഞാൻ എനിക്ക് ടിവിയിൽ കാണാൻ പറ്റില്ല, ഞാൻ മൊബൈലിൽ ചെയ്തിട്ടാണ് എവിടെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ കാണാറുണ്ട്, ആസ്വദിക്കാറുണ്ട്. കുറ്റം പറയേണ്ടത് കുറ്റം പറയാറുണ്ട്, ചിരിക്കേണ്ടത് ചിരിക്കാറുണ്ട്, നന്നായിട്ട് ആസ്വദിക്കാറുണ്ട്. ഈ 6 സീസണിൽ നിന്ന് ഒരാളെ പിക്ക് ചെയ്യാൻ പറഞ്ഞാൽ ആര് പിക്ക് ചെയ്യായിരിക്കും?
ഫേവറേറ്റ് വൺ ഓഫ് ദ പേളി ചേച്ചി. പേളി? പേളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനുശേഷം വന്ന് ഒരുപാട് പേരുണ്ട് കേട്ടോ, അങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, ഒരുപാട് പേരുണ്ട്. ആ. ഒരുപാട് പേര്. എന്നാലും ഒരാൾ ഒരു വീക്ക് ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ എനിക്ക് പേര് കറക്റ്റായിട്ട് തോന്നുന്നില്ല. അഖിൽമാരാർ, ശോഭ. കുഴപ്പമില്ല. ആ പ്രത്യേകിച്ച് അങ്ങനെ നല്ല ക്യാരക്ടർ അങ്ങനെ എടുത്ത് പറയാനൊന്നുമില്ല, എല്ലാവരും നല്ല ക്യാരക്ടർ ആയിരിക്കും. ആ. അതിൽ അവിടെ കാണിക്കുന്ന കാര്യമാണോ അവർ പുറത്തുനിന്ന് കാണിക്കാനല്ലോ. ബേസിക്കലി മനുഷ്യരെല്ലാം ശുദ്ധരാണ്, സാഹചര്യങ്ങളാണ്. സാഹചര്യമാണല്ലോ നമ്മളിങ്ങനെ ഇങ്ങനെ കൊണ്ട് ചെയ്യുന്നത്.